സ്റ്റാറ്റസുകളിൽ ചേച്ചി ലൈക്കുകളും കമന്റുകളൊക്കെ നോക്കാറുണ്ടോ? ഇല്ല, അധികം നോക്കാറില്ല. പിന്നെ നമ്മൾ കമന്റ് അടിക്കണ്ടാട്ടാ. അമ്മയുടെ അല്ല. അപ്പൊ എനിക്കാണ് ഇന്ന് പ്രായം കൂടുതൽ അർത്ഥം. ചേട്ടനത്ര ഏജ് ആയിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാര്യം കാട്ട പോകയാ. തൊട്ടാവാടി. ചേച്ചി, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ചേച്ചിയുടെ പ്രൊഫഷണൽ ജേണി. ചേച്ചി എവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അതൊരു വലിയ ജേണിയാണ് ജെറി. ഇപ്പൊ 26 വർഷമായി ഞാൻ നഴ്സിംഗിൽ തന്നെ. ഭയങ്കര ജേണിയാണ്. 97 സ്റ്റാർട്ട് ചെയ്തു. GNM, ഞാൻ ജനറൽ നഴ്സിംഗ് ആണ് ആദ്യം ചെയ്തത്. അപ്പൊ ജനറൽ നഴ്സായിട്ട് 3 വർഷം വർക്ക് ചെയ്തു, പഠിച്ചു. അത് കഴിഞ്ഞ് 2 years ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ സെന്റ് ജോൺസിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. BSc നഴ്സിംഗ് പഠിക്കാൻ പോയി. അപ്പൊ PCBSc, അത് 2 years PCBSc. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ MSc നഴ്സിങ്ങിന് എനിക്ക് എൻട്രൻസ് കിട്ടി, കേരള എൻട്രൻസ്. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MSc നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് സ്പെഷ്യാലിറ്റി എടുത്തിട്ട് ചെയ്തു. ലോങ് വേ. അതിൻ്റെ ഇടയിൽ കുറേ ടീച്ചിങ് ഇത് തന്നെ. നഴ്സിംഗ് കാര്യമായിട്ട് നേഴ്സായിട്ട് ക്ലിനിക്കലിൽ വർക്ക് ചെയ്ത് വളരെ കുറച്ച് 2 വർഷം മെയിൻലി വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം തന്നെ ടീച്ചിങ് തന്നെയായിരുന്നു. വേറൊന്നുമല്ല, ചേച്ചി ആദ്യമായിട്ട് പഠിത്തം കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോയിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു ചേച്ചിയുടെ മനസ്സിൽ? ഇപ്പോഴത്തെ ഈ പൊസിഷനിലേക്ക് എത്തിപ്പെടണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നോ, അതോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നേഴ്സായിട്ട് ഇങ്ങനെ പോയാൽ മതി എന്നാണ് ആഗ്രഹിച്ചത്? പിന്നെ വേറൊരു ചോദ്യം കൂടി ഇതിനകത്ത്, ചേച്ചി ആ ചെന്ന് കിടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഞാനങ്ങ് തകർത്തും മറങ്ങി. സത്യം പറയുന്നത് ഞങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കയറിയിട്ട് നമ്മളിങ്ങനെ ആദ്യം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നോക്കുന്ന ഒരു സീനുണ്ട്, എല്ലാ നേഴ്സുമാരും നോക്കുന്ന. എന്നിട്ട് നമ്മൾ പലതും സ്വപ്നം, വണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാം തീരും. ചേച്ചിയുടെ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് എനിക്കൊരു സംഭവം. അതെ, അതിപ്പോൾ നേഴ്സായിട്ട് ആദ്യം വർക്ക് ചെയ്തത് എനിക്ക് PSc കിട്ടി. കണ്ണൂർ PSc ചെറുവാഞ്ചേരിയിൽ ജോയിൻ ചെയ്തു. അതൊരു കുഞ്ഞ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അതിപ്പോൾ മനു പറഞ്ഞ പോലെ ഇങ്ങനെ PHC ഇങ്ങനെ നോക്കിയിട്ട് ദൈവമേ എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എന്നുള്ളൊരു. അപ്പോൾ അങ്ങനെ PSc ജോയിൻ ചെയ്തു, വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് PSc ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷെ ദൈവം വേറൊരു വഴി കണ്ടു. MSc നഴ്സിങ്ങിന് എൻട്രൻസ് കിട്ടി. പിന്നെ അത് വലിയൊരു വഴിയായിരുന്നു ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ അതാണ്. അപ്പൊ അങ്ങനെ MSc നഴ്സിംഗ് കഴിഞ്ഞു. പിന്നെ വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് UK-യുടെ IELTS പാസ്സായി, CBT ഒക്കെ പാസ്സായപ്പോൾ പിന്നെ നേരെ UK, വേറെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ വണ്ടി കയറുമ്പോ ഫ്ലൈറ്റ് കയറുമ്പോ UK ഭയങ്കരമായ സ്വപ്നം, ഭയങ്കരമായ എന്താ പറയാ സ്വപ്നം കാണാനായിട്ട് എന്താ ഞങ്ങൾ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞ നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാം മിസ്സാവുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് തന്നെ നമ്മുടെ നാടും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം മിസ്സാവുന്നുണ്ടാവും. ഏതൊരു മലയാളിക്കും എന്തായാലും മിസ്സാവും. പക്ഷെ ചേച്ചിക്ക് എങ്ങനെയാണ്? അതെ, സെയിം മനു. എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും എൻ്റെ പാരൻസ് അവിടെയാണ്. എൻ്റെ എൻ്റെ ചേച്ചി, അനിയൻ അവർ ബാംഗ്ലൂരാണ്. അപ്പോൾ അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും മിസ്സിങ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫാമിലി ഇവരാണെങ്കിലും കൂടി ബാക്കിയുള്ള റൂട്ട്സ് എല്ലാം നാട്ടിലേക്ക് പോകും. അതെ അതെ അതെ, അത് മിസ്സിങ് തന്നെയാണ് എപ്പോഴും. പിന്നെ ചേച്ചിയോട് ചോദിക്കാനുള്ളൊരു കാര്യം, ചേച്ചി വരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേഷൻ ഉണ്ട് നേഴ്സുമാരുടെ. ആ സമയത്തും ഈ സമയത്തും തമ്മിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതോ ചലഞ്ചസ് എന്തെങ്കിലും ആയിട്ടുണ്ടോ? അതായത് ഞാൻ വരുന്ന പറഞ്ഞാൽ അത്ര വർഷം മുമ്പേ അല്ല, 6 വർഷം മുമ്പേ ആണെങ്കിലും. പക്ഷെ എന്നാലും ഇപ്പം ഒത്തിരി, ഇപ്പം ജെറി പറഞ്ഞ പോലെ ഒത്തിരി അധികം പിള്ളേർ വരാൻ തുടങ്ങി. പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അതൊന്നും പഴയ നഴ്സുമാർക്കില്ല. അതും എനിക്ക് പറയാനുണ്ട്. അവർക്ക് ആ ഒരു
പുതിയ കാര്യങ്ങൾ പഠിക്കാനും പിന്നെ ഒരു ചാലഞ്ചിങ് ബിഹേവിയർ അവർക്ക് തന്നെ ഉണ്ട്. പണ്ടത്തെ നഴ്സുമാരാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്ന ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ ആദ്യം. ഇപ്പോഴത്തെ എല്ലാം സ്റ്റുഡൻസും നഴ്സസും ഒക്കെ പുതിയ കുട്ടികളാണെങ്കിലും വളരെ സ്മാർട്ടാണ്. അവർക്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അത് നല്ല കാര്യം. പക്ഷെ 6 വർഷമായുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് സത്യം പറയാം. പക്ഷെ അതൊരു 6 വർഷത്തിനുള്ളിൽ ഇത്രയൊക്കെ ആവുകയെന്ന് പറഞ്ഞാണല്ലോ. അത് 6 വർഷം മനു ഇവിടെ വന്ന് ആണ് ബാൻഡ് 4 ആയിട്ടാണ് വരുന്നത്. ബാൻഡ് 4 ആയിട്ടാണ്. 6 വർഷത്തിനുള്ളിൽ ഇത്രയൊക്കെ ആകുക. അത് മാത്രമല്ല ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഒരു അഭിമാനമല്ലേ നെഞ്ചില്. ഇപ്പോഴും ഞങ്ങൾ ചിലപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ജഡ്ജറിന് ഞങ്ങൾ കൂടി ചേച്ചിയുടെ ഫോട്ടോ ഡാൻസിന് ഞങ്ങൾ ചോദിക്കാൻ മറന്ന ചോദ്യം ഇതാണ്. ഡാൻസ് ശ്രീനിവാസൻ അന്ന് ആദ്യമായിട്ടാണല്ലോ ഫംഗ്ഷൻ കാണുന്നത് അല്ലേ? മുമ്പ് കണ്ടിട്ടുണ്ടോ? ധ്യാൻ ശ്രീനിവാസൻ അവാർഡ് സെറിമണിക്ക് വന്ന ഒരു സെലിബ്രിറ്റി. അപ്പം പലരും സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഓരോ ആൾക്കാർ സെൽഫി എടുത്തു. ഈ സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ട് കാണുമല്ലോ, ഏകദേശം എത്ര ലൈക്ക് കിട്ടി നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഞാൻ സെൽഫി ഇട്ടിരുന്നു, സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നു. സ്റ്റാറ്റസുകളിൽ ചേച്ചി ലൈക്കുകളും കമന്റുകളൊക്കെ നോക്കാറുണ്ടോ? എല്ലാം അധികം നോക്കാറില്ല. പിന്നെ നമ്മൾ കമന്റ് അടിക്കണ്ടാ. ചേച്ചി അവിടുന്ന് UK വന്നതിന് ശേഷം ചേച്ചി ഇവിടെ എന്തെങ്കിലും കോഴ്സുകളിലേക്ക് പോയിട്ടുണ്ടോ? എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ? അതാ ഞാൻ നേരത്തെ പറയാൻ ചിലപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്, പലർക്കും ഇത് അറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ പല ആളുകൾക്കും ചോദിക്കാൻ പോലും ആരുമില്ല. ചേച്ചി ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയാന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇത് കാണുന്നവർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ കൂടെ ആവും. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ബാൻഡ് 4 ആയിട്ടാണ് വന്നത്. ബാൻഡ് 4 ആയിട്ട് ഓസ്കി ചെയ്തിട്ട് ബാൻഡ് 5 ആയി, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്തു, 2 വർഷം വർക്ക് ചെയ്തു, വാർഡുകളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി. എന്താ വെച്ചാൽ ഞാൻ MSc നഴ്സിംഗ് ചെയ്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, ഇപ്പം നമ്മുടെ നാട്ടിലത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണോ ഇവിടുത്തെ എന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ജോയിൻ ചെയ്തു. 2 വർഷം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തു, ബാൻഡ് 6 ആയിട്ട് കിട്ടി. അത് അപ്പോഴാണ് ഒരു PNA കോഴ്സ് ചെയ്തത്. അത് പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് ആണ്. അത് സപ്പോർട്ടിങ് ദ നേഴ്സസ്, അവിടെ ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അത് പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. യൂണിവേഴ്സിറ്റി ഓഫ് വോസ്റ്ററിന് ചെയ്തു. അതൊരു 4 months കോഴ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞു, പാസ്സായി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അപ്പം എനിക്ക് പ്രാക്ടീസ് എഡ്യൂക്കേറ്ററായിട്ട് പ്രിസെപ്റ്റർഷിപ്പ് ലീഡായിട്ട് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ ഒരു സെക്കോൺമെന്റ് ബാൻഡ് 7 ആയിട്ട് കയറി. അപ്പോൾ 3 years കൊണ്ട് ഞാൻ ബാൻഡ് 7 ആയി. അതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ് കിട്ടാൻ. അതൊരു റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ അവാർഡ് എനിക്ക് 2024 കിട്ടി. ഞാൻ വരുമ്പോ കോറിഡോറിൽ അതിന്റെ ഇത് കണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ്. അത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ അവാർഡായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ നഴ്സിംഗ് അസോസിയേഷൻ അവാർഡ് അതും കിട്ടി. അത് രണ്ടും കോറിഡോറിൽ വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ. അപ്പൊ അതൊക്കെ ഇന്റർനാഷണൽ നഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഈ പ്രൊഫഷണൽ നഴ്സ് അഡ്വക്കേറ്റ് കോഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു സ്ട്രീം കിട്ടി. അത് ഒരു കോഴ്സ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷന്റെ ഇത് അല്ല, അതിനേക്കാളും മുൻപ് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ദൈവം സാധിച്ചു അതെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് PNA അല്ലാതെ തന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഫിനിഷ് ചെയ്തത് PG Cert in എഡ്യൂക്കേഷൻ. അപ്പം നമ്മൾ നാട്ടിലെ MSc നഴ്സിംഗ് ചെയ്തപ്പം എഡ്യൂക്കേഷൻ ഒരു കരിക്കുലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ UK എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും ഇവിടുത്തെ സംവിധാനം എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ PG Cert എഡ്യൂക്കേഷനിൽ ചെയ്തു. അത് യൂണിവേഴ്സിറ്റി ഓഫ് സറേന്ന് ചെയ്തു. ജസ്റ്റ് ഫിനിഷ് ചെയ്തേ ഉള്ളൂ, പാസ്സായി. അപ്പോൾ പിന്നെ അത് അങ്ങനത്തെ 2 കോഴ്സസ്, മേജർ ആയിട്ടുള്ള കോഴ്സസ് ഇവിടെ വന്ന് ചെയ്തു. ഇനിയും ഒരുപാട് പഠിക്കാനും അതുപോലെ ഒരുപാട് അവാർഡുകൾ തരാനും ഞങ്ങൾക്ക് ചേച്ചി ഇന്റർവ്യൂ ചെയ്യാനുള്ള ചാൻസ് അതെ അതെ, താങ്ക് യു. ആശംസിക്കണം. എന്തായാലും ചേച്ചി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയതിനേക്കാൾ കൂടുതലാണ് ശരിക്കും എന്താ പറയാ, ചേച്ചി വിന്നറായി എന്നത്, അതായത് ഫൈനലിസ്റ്റ് ആയി എന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. ഈവൻ നമ്മളോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പല ആളുകളും ഷെയർ ചെയ്ത് ഈ ഫോട്ടോ തന്നിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ നമുക്കൊരു അഭിമാനമുണ്ട്. ഇപ്പൊ നമ്മള് ന്യൂ ജനറേഷനിൽ പറഞ്ഞല്ലേ, നമ്മുടെ ടീം തൊട്ടാവാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഫസ്റ്റ് അതിഥി ചേച്ചീനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്.
ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചേച്ചിയുടെ സക്സസിന് പുറകിലെ ഫാമിലിയാണ് ശക്തമായിട്ടുള്ള സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഫാമിലിയെ കൂടി ഈ ഫ്രെയിമിലേക്ക് വിളിക്കുകയാണ്. അവരെ കൂടി നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, രഞ്ജിത്തേട്ടാ, ചേച്ചിയുടെ ഫാമിലിയാണിത്. എല്ലാവർക്കും നമസ്കാരം, ഞങ്ങളുടെ ടീമിൻ്റെ. പക്ഷേ ചേട്ടനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയൊരു ചോദ്യമുണ്ട്, വേറെ ഒന്നുമല്ല. ചേച്ചിനെ ഞങ്ങൾ എപ്പോഴും കണ്ടാലും പുഞ്ചിരിച്ച ഒരു ചേച്ചി, അതുപോലെ തന്നെ വളരെ സ്മാർട്ടായി ജില്ലിൽ നിൽക്കുന്ന ചേച്ചിയാണ് കണ്ടിട്ടുള്ളത്. എനർജറ്റിക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. വീട്ടിലെങ്ങനെയാണ്? ഭയങ്കര എനർജറ്റിക് ആണോ? എനർജറ്റിക് ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ എനർജി തരും. ഞങ്ങൾ ആരെയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായി. ഒരു ചെറിയൊരു ഇതും കൂടി വേറെ ഒന്നുമല്ല. ചേച്ചിക്ക് ഈ പുരസ്കാരങ്ങൾ കിട്ടിയപ്പോൾ ചേട്ടൻ എന്തായിരുന്നു ഒരു ഫീല്? അഭിമാനമാണ്. കാരണം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ജസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബോണ്ട് പീരിയഡിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവളുടെ എല്ലാ പോസ്റ്റ് ഗ്രാജുവേഷൻസും പിന്നെ അവളുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ സൈഡിലേക്ക് മാറിയതും എല്ലാം ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള ജീവിതത്തിലാണ്. അപ്പം എൻ്റെ കൂടെ അവളുടെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് ഈ ഗ്രോത്തിലൊക്കെ. അപ്പോൾ അതിൻ്റെതായ റിസൾട്ട് സുമിക്ക് അതിന് കിട്ടുമ്പം അത് എനിക്ക് സന്തോഷം, അഭിമാനം. കാരണം എൻ്റെയും കൂടി ഒരു എഫേർട്ട് അതിൽ ഉണ്ട്. കാരണം പല സ്ഥലത്തും കുട്ടികളുടെ മാനേജ്മെൻറ്റും എല്ലാം, കാരണം പഠിക്കുന്ന സമയത്ത് MSc ഒക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഭയങ്കര ടഫ് ടൈമിംഗ് ആയിരുന്നു. രാത്രി 12 മണി 1 മണി വരെയൊക്കെയാണ് പ്രൊജക്റ്റ് ലൈബ്രറിയിൽ നിന്നൊക്കെ തിരിച്ചു വരിക. അപ്പം കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഉള്ളൂ വന്ന്, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ വന്നത്. പക്ഷെ ആ സമയത്തൊക്കെ അവളുടെ പാരൻസും ഞാനും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെയൊക്കെ എത്തിയത്. ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ജമൈക്കൻ നാഷണൽ ബാങ്കിലെ കസ്റ്റമർ ഓപ്പറേഷൻസ് മാനേജറാണ്. ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ സമയം കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ആട്ടെ. പപ്പേനെ അമ്മേനെ കുറിച്ച് മക്കൾക്ക് എന്താ പറയാനുള്ളത്? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അമ്മയുടെ അല്ല. അപ്പോൾ എന്തായാലും സന്തോഷം. ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. കാരണം ചേച്ചിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. മാത്രമല്ല ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ചേച്ചിനെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയൊരു മൊമെൻറ്റോ. ഓക്കെ, ഇപ്പം ഞങ്ങൾ ആര് തരണം എന്നുള്ള അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക എല്ലാവരും തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. കാരണം ജഡ്ജേട്ടൻ പറഞ്ഞു എന്നോട് തരാം, ഞാൻ പറഞ്ഞു വിഷ്ണുവിനോട് കൊടുക്കാൻ. കാരണം ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. കാരണം ആരാണെങ്കിലും ഏറ്റവും പ്രായം കൂടിയ ആള് കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വിട്ടുകൊടുക്കൽ മൈൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് വേണ്ടി ദീക്ഷാരാമണ. ആരാന്ന് ഊഹിക്കാമോ? നിങ്ങളെല്ലാവരും സ്പെഷ്യലാണ്. ചേട്ടനെ കൊണ്ടാണ് ഞങ്ങൾ ഓടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കാണ് ഇന്ന് പ്രായം കൂടുതൽ അർത്ഥം. ചേച്ചി താങ്ക് യു വെരി മച്ച് തൊട്ടാവാടി ടീം. എല്ലാവർക്കും, സ്പെഷ്യലി മനു, ജെറി, വിഷ്ണു, സച്ചിൻ ആൻഡ് അജയ്, ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് പഠിക്കാൻ പുതിയൊരു അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദി. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ അത്ര ഏജ് ആയിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാര്യം കാട്ടാ പോകയാ. എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയാൻ താല്പര്യമുണ്ടോ? സമാധാനം. തൊട്ടാവാടിയുടെ പുതിയൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലോഗോ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് സുമിത ചേച്ചീനെ ക്ഷണിക്കുകയാണ്. ചേച്ചി തുറന്നു. തൊട്ടാവാടി എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര നേരം സഹകരിച്ച് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല ചായയും ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന രണ്ടുപേർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി. താങ്ക് യു.